ഹലോ ചെങ്ങൈമാരെ, എന്തെല്ലാം എല്ലാവരും ഉറങ്ങിയാ? ഇവിടെ ഇപ്പം പുലർച്ചെ 3:45 4 മണി 4:15 തോന്നുന്നുണ്ട്. ഏതാണ്ട് നമ്മൾ ലോങ് റൂട്ടെല്ലാം പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നതാണ്. യമൻ്റെ ബോർഡറെല്ലാം പോയിട്ട് തിരിച്ചു വരുന്നത്. അവിടെ നിന്നും വീഡിയോ എടുക്കാൻ ഞങ്ങളെല്ലാം ഇരുട്ടാണ്, കാണാൻ കൃത്യമൊന്നുമില്ല. ഫുള്ള് കൂരി ഇരുട്ടും, പിന്നെ കറുത്ത ധാരട്ട റോഡും അല്ലാതെ വേറെ ഒന്നുമില്ല. ചുറ്റുഭാഗവും മരുഭൂമികളും കാര്യങ്ങളും ഉള്ളു. അപ്പോൾ രാത്രിയൊന്നും കാണില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ സലാല ബോർഡറോട് അടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുരം, അതായത് നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിനോട് ഞാൻ എഡിറ്റ് ചെയ്ത് വിടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ രാത്രിയിലൊരു തുമ്രീത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ മാഷാ അല്ലാഹ് വല്ലാത്തൊരു കാഴ്ചയാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കണം സമയമൊക്കെ. അപ്പോൾ നിങ്ങൾ കാണി, വീഡിയോ കണ്ട് ആസ്വദിക്ക്. റോഡെല്ലാം കണ്ടങ്ങൾ എന്താ ഉഷാറ്. രാത്രി നൈറ്റ് മോഡിൽ നൈറ്റ് ഡ്രൈവ് അതൊരു വല്ലാത്തൊരു വൈബാണ്. നൈറ്റ് ഡ്രൈവ് ത്രൂ ഔട്ട് ഡ്രൈവ് ചെയ്ത് എൻഡിൽ നമ്മൾ വന്നിട്ട് പുലർച്ചെയുള്ള സൂര്യോദയം ഇങ്ങനെ കണ്ടു കിട്ടണം. അത് വല്ലാത്തൊരു വൈബാണ്, സംഭവമാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇതുവരെ നമ്മളെ ചങ്കുണ്ടായിരുന്നു കൂടെ. ഇപ്പോൾ ചെക്കിങ് വല്ലാത്തൊരു വിഷയമായതുകൊണ്ട് അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ നിയമം വിരുദ്ധമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ സ്വദേശിവൽക്കരണം വന്നതോടുകൂടി നമുക്ക് ഇവിടുത്തെ ആളെ നിയമിക്കണം വണ്ടി ഓടിക്കാൻ എന്നുള്ള നിയമം വന്നതോടുകൂടി നമ്മൾ എന്താക്കണം ആ ലെവലിൽ പോകും. നമ്മളെ പുതിയ ചങ്കാണ്, നമ്മുടെ പുതിയ ചങ്കാണ്. അപ്പോൾ മൂപ്പര് വെച്ചിട്ടാണ് നമ്മൾ ഓടുന്നത്. മാഷാ അല്ലാഹ്, ആൾ പൊളിയാട്ടോ, കിടുക്കാച്ചി ആളാണ് നമ്മൾ പുതിയ ചങ്ക. ഓക്കെ, കുട്ടികളിങ്ങനെ ആസ്വദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കാണി. വല്ലാത്തൊരു വൈബാണ്. ഖുർആൻ സൂക്തങ്ങളിങ്ങനെ കേട്ടിട്ട് നല്ല വല്ലാത്തൊരു വൈബ് തന്നെ പറയാം. നൈറ്റ് ഡ്രൈവ് ദൂരത്തിന് ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ സലാല സിറ്റി ഇങ്ങനെ കാണപ്പെടുന്നു. മാഷാ അല്ലാഹ്, കാണിച്ചു തരാം. ആ കാണുന്നുണ്ടോ, ദൂരെ കാണുന്നത് സലാല സിറ്റിയാണ്. സലാല സിറ്റിയുടെ ലൈറ്റുകളാണ് കാണുന്നത്. അപ്പോൾ മലമുകളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെയുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കാണുന്നത്. അല്ലാതെ ഇതിവിടെ ഇറങ്ങി നിന്ന് ഇങ്ങനെ കാണണം. നല്ല വൈബുണ്ടാവും. ചെറിയ ഭാഗങ്ങൾ ദീപാലങ്കൃതമായിട്ട് കിടക്കുന്ന സലാല സിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടെ ഖുർആൻ സൂക്തങ്ങളും കേൾക്കാൻ സാധിക്കും. മാഷാ അല്ലാഹ്, മലയുടെ ഇടയിൽ കൂടെ കാണുന്നൊരു വ്യൂ ആണത്. ഒരുപാട് ദൂരത്താണ് ഇവരെ ഇറങ്ങിപ്പോകുന്നത്. ഇത്ര ഇറങ്ങുന്നതാണ്, പക്ഷെ അവരിറങ്ങിപ്പോകുന്നത്. ഇനി ഇതിങ്ങനെ ചെന്നിട്ട് എത്തിപ്പെടും. പിന്നെ നല്ലൊരു വൈബിലേക്കാണ് എത്തിപ്പെടുക. ചെന്ന് ഇറങ്ങുന്നത് കാണാം. കറക്റ്റ് സിറ്റിയുടെ എല്ലാ വ്യൂസ്, നല്ല വ്യൂസാണ് അവിടെ. അപ്പോൾ ചങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് മുഴുവൻ കാണുക, സ്കിപ്പ് അടിക്കരുത്. പിന്നെ വീഡിയോ വെച്ചേ ഫോണേ പേ നാ ബറാബർ ലൊക്കേഷൻ കാണുന്നുണ്ടാവുള്ളൂ. താഴെ നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്, നല്ല വ്യൂ ആണ്. അതായത് സലാല സിറ്റി ഒരു മണവാട്ടിയെ പോലെ അങ്ങനെ അണിഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തിലാണ്. പുലർച്ചെ 4:30 മണിയ സമയം. ഫുള്ള് ഇവിടെ നിന്ന് വല്ലാത്തൊരു വൈബ് വ്യൂ ആണിത്. കണ്ടത് അങ്ങ് അറ്റം വരെ. ഇത് ആകാശത്തുള്ള നക്ഷത്രമല്ല, ഇതൊന്നല്ല. ഒരുപാട് ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ടുണ്ട്, ആയിരിക്കും അങ്ങനെ കാണുന്നത്. ഒന്നുകൂടി വൈബായി കാണും. കേട്ടോ, അടിപൊളിയാണ്. എൻ്റെ സൈഡ് വിൻഡോ ഇത്ര ക്ലിയർ കിട്ടുന്നില്ല.
സൈഡിലിൻ്റെ ക്ലിയർ അല്ല, അങ്ങറ്റം വരെ കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ്. ഇങ്ങനെ ഇറങ്ങിച്ചില്ല, നേരെ ഇനിയിപ്പോൾ സിറ്റിക്ക് ഇറങ്ങാം. ഇപ്പോഴും നമ്മൾ ഏകദേശം ഒരു 10-20 അടി മുകളിലാണ് കിടക്കുന്നുണ്ട്. സലാല സിറ്റിയുടെ 10-40 അടി മുകളിലാണ് കിടക്കുന്നത്. ഇനി ഇറങ്ങാനുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു വൈബ് വേറെ. ഫ്ലൈറ്റ് സലാല എയർപോർട്ട് ഈ ഭാഗത്താണുള്ളത്. ഇതിൻ്റെ സെൻട്രലാണ് എയർപോർട്ടുള്ളത്. ഞാൻ കാണിക്കാം, അവിടെ എത്തുമ്പോൾ കാണിക്കും. ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്ത് ലാൻഡിങ്ങിൻ്റെ ടൈമിൽ കാണണം ഇതിൻ്റെ വ്യൂ. ഫ്ലൈറ്റിൽ നിന്ന് കാണണം, അടിപൊളി വ്യൂ ആണ്. ഒരു സ്വർണ്ണക്കടൽ പോലെ കാണിക്കും. ഇപ്പം നമ്മൾ ഇറങ്ങിപ്പോയിട്ട് എൻഡിങ്ങിൽ ഇനി ഇത് ലാസ്റ്റ് പിന്നെ ടേണാണ് വരിക. ഈ ടേണോട് കൂടിയിട്ട് സിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങി പോകും. സ്ഥലത്തിൻ്റെ അത് തീരും. ഞങ്ങൾ മൊത്തത്തിലിങ്ങനെ ദീപാവലി പോലെ അങ്ങനെ അലങ്കൃതമായിട്ട് കിടക്കും. ദൂരെ വരെ കാണാം. നല്ല ലൈനപ്പാണ്. അതെല്ലാം വേറെ ഏരിയ, സലാല ഏരിയ, ടൗൺഷിപ്പ് കാണുന്നുണ്ടല്ലേ. ചെറിയ വണ്ടി മറവായി. ഭയങ്കര രസമാണ്. നേരിട്ട് കണ്ട് അനുഭവിക്കണതൊക്കെ അതിൻ്റെ ഒരു വൈബ് അനുഭവിക്കണമെങ്കിൽ. അപ്പോൾ ഓക്കെ ചിക്കൻ ശരി. എന്നാലും തൽക്കാലം ഇത് ഞാൻ വൈൻഡപ്പ് ആക്കുകയാണ്. പിന്നെ വെറുതെ കാണിച്ച് ബോറടിപ്പിച്ചിട്ട് കാര്യമില്ല. പുതിയ അനുഭവങ്ങളായിട്ട് പുതിയ ചങ്കുമായിട്ട് ഇൻഷാ അല്ലാഹ് വരും. അടുത്ത വീഡിയോയിൽ വരും. ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സഹകരിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് തരിക. നെഗറ്റീവ് കമൻറ്റ്സ് ആരും തരരുത് പ്ലീസ്. എന്തെങ്കിലും തെറ്റുകുട്ടികളിൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. എങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് വിപുലമായിട്ട് കൊണ്ടുവരാൻ പറ്റും അതിനെക്കുറിച്ച് നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതാണ്, കേൾക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ഇനി ഞാൻ പോയിട്ട് ഉറങ്ങുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് എണീക്കും. ബാക്കി അടുത്ത വീഡിയോ വരും. ഓക്കെ.